പ്രിയമുള്ളവരെ, ഇന്ന് മഹാശിവരാത്രിയാണ്. മഹാശിവരാത്രി ആഘോഷങ്ങളിൽ നാട്. പിതൃമോക്ഷ പ്രാപ്തിക്കായി ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹമാണ്. ഇന്ന് ആരംഭിക്കുന്ന ബലിതർപ്പണം ചൊവ്വാഴ്ച വരെ തുടരും. ആദിൽ പാലോടുണ്ട് ആലുവയിലെ വിശേഷങ്ങളുമായി. അരുൺകുമാർ, നമശിവായ എന്ന ശിവപഞ്ചാക്ഷരിയാൽ മുഖരിതമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ആലുവ മണപ്പുറം. ബലിതർപ്പണത്തിനായി പിതൃമോക്ഷ പ്രാപ്തിക്കായി ബലിയർപ്പിക്കാനായി വിശ്വാസികൾ ജനപ്രവാഹമാണ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാലും തെറ്റുവരില്ല. 1.5 ലക്ഷത്തോളം ഭക്തർ ഇവിടേക്ക് ഇന്ന് എത്തും എന്നാണ് പ്രതീക്ഷയുള്ളത്. ഇന്ന് പുലർച്ചെ മുതലാണ് ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിക്കുക. രാത്രി 12 മണിക്ക് ശിവരാത്രി വിളക്കുണ്ടാകും. പിന്നീട് എഴുന്നള്ളിപ്പ്, അതിനുശേഷം ബലിതർപ്പണം ഔദ്യോഗികമായി തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി മല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 116 ബലിത്തറകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ തുടങ്ങി, ഔദ്യോഗികമായി തുടങ്ങി. നാളെയും പിന്നീട് കുംഭമാസത്തിലെ വാവുബലി എന്ന നിലയിൽ മറ്റന്നാളും ബലി അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഭക്തരെല്ലാം എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആലുവ മണപ്പുറത്തുള്ള ബലിതർപ്പണം എന്ന് പറഞ്ഞാൽ 7 സംവത്സരങ്ങൾ മുമ്പ് മരണപ്പെട്ടു പോയത് തൊട്ട് ഇന്നലെ മരണപ്പെട്ടവർക്കുള്ള കർമ്മമാണ് ആലുവ മണപ്പുറത്ത് ചെയ്യുന്നത്. ഇത് പിതൃ മോക്ഷത്തിലേക്കാണ് ചെയ്യുന്നത്. അമ്മ എവിടെ നിന്ന് വരുന്നത്? എടവനക്കാട്, എറണാകുളം തന്നെ. എങ്ങനെയുണ്ട് ഈ എന്ന് എല്ലാ വർഷം വരുന്നതാണ്? സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ തടഞ്ഞ ജഡായു എന്ന പക്ഷിരാജാവ് വെട്ടേറ്റ് ഇവിടെ വീണുവെന്നും ഇവിടെ വെച്ചാണ് രാമലക്ഷ്മണന്മാർ ജഡായുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയതും എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാശിവരാത്രി നാളിൽ ഇത്രയധികം ആളുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. ദീപാലങ്കാരങ്ങളുടെയും വെളിച്ചത്തിൻ്റെയും വലയത്തിൽ എനിക്ക് പിന്നിലുള്ള ഈ പെരിയാർ തിളങ്ങുന്നത് നമുക്ക് കാണാനാകുന്നു എന്നതാണ്. തീർച്ചയായിട്ടും